ഭോപ്പാലിനെയും ജബൽപൂരിനെയും ബന്ധിപ്പിക്കുന്ന മധ്യപ്രദേശിലെ ദേശീയപാത 45-ലെ നിർണായകമായ ഷാപുര റെയിൽവേ മേൽപ്പാലം തകർന്നു വീണു. ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അപകടം. പാലത്തിന്റെ ഒരു വലിയ ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് ഈ പ്രധാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കെയാണ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നത്. പാലത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകൂട്ടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ഏകദേശം 400 കോടി ചിലവിൽ വെറും 3 വർഷം മുമ്പ് നിർമ്മിച്ച ഈ പാലം തകർന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് പാലത്തിൽ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ പരിശോധനയിൽ പാലത്തിൽ വിള്ളലുകളും കണ്ടെത്തിയിരുന്നു. കാലവർഷത്തിൽ പാലത്തിന്റെ ഒരു ഭാഗം താഴേക്ക് ഇരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും നിലവാരമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗവുമാണ് പാലം തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് മധ്യപ്രദേശ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. നിർമ്മാണ കരാറുകാരന്റെ ഉത്തരവാദിത്ത കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാലത്തിന് ഇത്രയധികം തകരാറുകൾ സംഭവിച്ചത് ഗൗരവകരമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ ഈ വഴിയിലുള്ള വാഹനങ്ങൾ മറ്റു പാതകളിലൂടെ തിരിച്ചുവിട്ടിരിക്കുകയാണ്. പാലത്തിന്റെ ബലക്ഷയം പരിശോധിച്ച ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് ഡിവിഷണൽ മാനേജർ രാകേഷ് മോറെ അറിയിച്ചു.